ഒരു കച്ചവടം ചെയ്യുന്ന ചേട്ടൻ എന്ത് പറയും, ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും പറയും. കാരണം അത് ഇല്ലയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം സ്റ്റോക്ക് കഴിഞ്ഞു. അപ്പോൾ അടുത്ത സ്റ്റോക്ക് കിട്ടണമെങ്കിൽ പിറ്റേ ദിവസം ആവണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ഷമയോട് കൂടി ഇരിക്കുക. പിറ്റേ ദിവസം പോയിട്ട് അത് പൈസയുമായിട്ട് പിറ്റേ ദിവസം പോയിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ ഈ പറഞ്ഞ രീതിയിൽ ചോദിക്കുക. എക്സാം ഒക്കെ എഴുതാനായിട്ട് സഹായിക്കുന്ന ചട്ട ഉണ്ടോ ചേട്ടാ അവിടെ? അദ്ദേഹം പറയും ഉണ്ട് മോനെ. അപ്പം അദ്ദേഹം എത്ര രൂപയുടെ ചട്ടയാണ് വേണ്ടത്, എങ്ങനത്തെ ചട്ടയാണ് വേണ്ടതെന്ന് അദ്ദേഹം നമ്മുടെ മുമ്പിൽ ചോയ്സ് ഇട്ട് തരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചട്ട ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ചട്ടയുടെ അവിടെ റുപ്പീസ് കൊടുത്തിട്ടുണ്ടാവും. ഈ 45 രൂപ, 50 രൂപ, 60, 70 രൂപയുടെ താഴെയുള്ള റേഞ്ചിലാണ് ചട്ടയുടെ വില. അപ്പോൾ അവിടെ എത്ര രൂപയാണ് അത്രയും രൂപ കൊടുത്ത് നിങ്ങൾ ചട്ട വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ലോങ്ങിൽ ഈ ഒരു സംഭവം നല്ല രീതിയിൽ സൂക്ഷിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ ചില ടിപ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇത് നല്ലൊരു പുതുപുത്തൻ തന്നെ ആയിരിക്കും. അതുമേ ഒരു ചെറിയൊരു കോട്ടിങ് ഉണ്ടാവും, ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടാവും. നിങ്ങളെ കയ്യിൻ്റെ അടുത്ത് കിട്ടുമ്പോഴേ ഒരു കോട്ടിങ് ഉണ്ടാവും. കാരണം അത് ഈ വെള്ളം കൊണ്ട് കഴിഞ്ഞാലേ നല്ല രീതിയിൽ നനയാനും നാശമാവാനും വളരെയധികം ചാൻസ് ഉണ്ട്. അത്ര പെട്ടെന്ന് നാശമായി പോവില്ല. കാരണം